അസീം മുനീർ പാക് സൈന്യത്തിന്റെ പരമാധികാരിയായിരിക്കുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് രാജ്യം വിട്ടിരിക്കുന്നു. ഇത് ഞാൻ മുൻപ് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അസീം മുനീർ പാകിസ്ഥാനെ പിടിച്ചടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു സൈനിക അട്ടിമറി അവിടെ നടന്നേക്കാമെന്ന്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള സൈനിക മേധാവിയായിട്ട് ജനറൽ അസീം മുനീർ CDF, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവി ഏറ്റെടുക്കുന്ന വിജ്ഞാപനം പുറത്തു വരാനിരിക്കെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ടിരിക്കുന്നു. അസീം മുനീർ സൈന്യത്തിലെ പരമാധികാരിയാകുന്ന നീക്കം തടയാൻ വേണ്ടിയിട്ടാണ് ഷഹബാസ് രാജ്യം വിട്ടത് എന്നുള്ള സൂചനകളടക്കം ഉണ്ട്. എങ്കിലും അസീം മുനീർ ഈ CDF പദവി നവംബർ 29 വിജ്ഞാപനം ഇറങ്ങേണ്ടിയിരുന്നു എങ്കിലും അന്നത് സംഭവിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെ ഷഹബാസ് ആദ്യം ബഹ്റിനിലേക്കും പിന്നീട് ലണ്ടനിലേക്കും പോയതായിട്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് പറയുകയാണ്. അസീം മുനീർ CDF മേധാവിയാകുന്ന വിജ്ഞാപനത്തിൽ ഒപ്പിടേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള പാക് പ്രധാനമന്ത്രിയുടെ മനഃപൂർവ്വമായിട്ടുള്ള നീക്കമാണ് ഇത് എന്നുള്ളതാണ് വിലയിരുത്തൽ. സത്യത്തിൽ ഇതൊരു അപൂർവ സാഹചര്യമാണ്. അസീം മുനീറിന്റെ കരസേനാ മേധാവി ആ കാലാവധി എന്ന് പറയപ്പെടുന്ന നവംബർ 29 അവസാനിച്ചതോടെ പാകിസ്ഥാൻ ഇപ്പോൾ ഔദ്യോഗിക സൈനിക മേധാവിയില്ല. ആണവായുധ നിയന്ത്രണത്തിനുള്ള നാഷണൽ കമാൻഡ് അതോറിറ്റിയും നേതൃത്വവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന അപൂർവ സാഹചര്യമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആണവശേഷിയുള്ള രാജ്യത്തിന് ഇത്തരമൊരു ശൂന്യത അത്യന്തം അപകടകരമാണ് എന്ന് രാഷ്ട്രീയ സുരക്ഷാ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുകയാണ്. CDF പദവി നിയമപരമായിട്ട് ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ പോലും നിയമ വിദഗ്ധർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 27ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സൃഷ്ടിച്ച CDF പദവി അസീം മുനീറിന് 5 വർഷത്തേക്ക് നൽകുവാനാണ് വിജ്ഞാപനം. ഇതോടെ സൈനിക മേധാവിക്ക് സർക്കാരിനേക്കാൾ അധികാരം ലഭിക്കുന്നു. ഷഹബാസ് ഷെരീഫിന്റെ ഈ തന്ത്രപരമായിട്ടുള്ള അഭാവം പാകിസ്ഥാൻ സൈന്യത്തിന് അകത്തും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും വരെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദാർ വലിയൊരു ആശങ്കയുമായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം തങ്ങളുടെ സൈനികർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിലാണ് അത്തരത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആക്രമിക്കുന്ന ആരാ? അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതാണ് ഇതിന് കാരണമെന്നാണ് ഈ പറയുന്ന പാക് ഉപപ്രധാനമന്ത്രിയായിട്ട് ഇഷാഖ് ദാർ പറയുന്നത്. 2021 കാബൂളിലേക്ക് താലിബാൻ തിരിച്ചെത്തിയതിനു ശേഷം 4000 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 20,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇത്രയും സൈനികർക്ക് ജീവഹാനി സംഭവിച്ചത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റതിനു ശേഷമാണെന്നും പാകിസ്ഥാന്റെ സൈനിക നഷ്ടങ്ങൾ താങ്ങാനാവാത്തതായി മാറിയത് ആ സാഹചര്യത്തിലാണെന്നും പറയും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ വിരുദ്ധ ഗ്രൂപ്പുകൾക്കെതിരെ പ്രത്യേകിച്ച് TTPക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ താലിബാൻ സർക്കാരിനോട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അടച്ചുപൂട്ടലിനെ കുറിച്ച് വരെ ഉപപ്രധാനമന്ത്രി വാചാലനാകുന്ന ഒരു കാരണം സുരക്ഷാ കാരണങ്ങളാൽ നിർബന്ധിതമായിട്ടിരുന്ന തങ്ങൾ ഈ തീരുമാനം എടുത്തത് എന്ന് പറയപ്പെടുമ്പോഴും അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാനെതിരെ ഉപയോഗിക്കരുത് എന്ന് മാത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ മാസം ഖത്തറിന്റെ അഭ്യർത്ഥന മാനിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള സൈനിക നടപടി റദ്ദാക്കിയതടക്കം ഉള്ള കാര്യങ്ങൾ ധാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഖത്തറിന്റെ ഈ മധ്യസ്ഥ ശ്രമം എന്ന് പറയപ്പെടുന്ന കാര്യമായിട്ടുള്ള ഒരു ഫലം നൽകിയില്ല. പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യം അസീം മുനീറിന്റെ കൈപ്പിടിയിലായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ള ഒരു സമയം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ എന്ന് പറയപ്പെടുന്ന അസീം മുനീറിന്റെ മണിക്കൂറുകളാണ്. അസീം മുനീർ പാകിസ്ഥാനെ പിടിച്ചെടുക്കാൻ പോകുന്നതിന്റെ മണിക്കൂറുകളാണ്. പ്രധാനമന്ത്രിയും ഒപ്പമുള്ളവരും ഒക്കെ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അടക്കം അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു വലിയ നീക്കത്തിന് വലിയ താമസവും വലിയ കാലതാമസവും ഉണ്ടായില്ല. മാസങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം അത്തരത്തിലൊരു വലിയ അട്ടിമറിയിലേക്ക് അസീം മുനീർ എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പാകിസ്ഥാൻ രണ്ടായി പിളരുകയാണ് വീണ്ടും.